ഇപ്പോൾ ഗായകൻ ശ്രീറാം കൂടി ചേരുന്നുണ്ട്. ശ്രീറാം, നിങ്ങളുടെയൊക്കെ ഒരു കാലത്ത് ആശാ ഭോസ്ലെയുടെ പാട്ട് കേൾക്കാതെ കടന്നുപോയ ദിവസങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമായിരിക്കും. അതെ, ഒരു വലിയൊരു എന്താ പറയാ, വടവൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വ്യത്യസ്തമായ പാട്ടുകൾ പാടുന്നതിൽ അതിപ്രഗത്ഭയായിരുന്നു അവർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആശാ ഭോസ്ലെയുടേതായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏത് ഓർത്തെടുക്കും? ഇല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പാടിയ ഓരോ പാട്ടുകളിലും ഓരോ രീതിയിലുള്ള ഡൈനമിക്സ് നമുക്ക് പഠിക്കാൻ ഉണ്ട്. അതുപോലെ സംഗീത വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് അവര്. അതെ, ഒരു ജന്മം മുഴുവൻ സംഗീതത്തിനായി അർപ്പിച്ച ഒരു വ്യക്തിത്വം. അതെ അതെ, വളരെ നന്ദി. നോർത്ത് ഇന്ത്യൻ ആയാലും ശരി, സൗത്ത് ഇന്ത്യൻ ആയാലും ശരി, എല്ലാവർക്കും താങ്ക് യു. ശ്രീറാമാണ് ആശാ ഭോസ്ലെയെ അനുസ്മരിച്ചത്. ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും സ്വാധീനിക്കപ്പെട്ട പാട്ടുകൾ പാടിയ ഗായിക എന്ന നിലയിൽ കൂടിയാണ് അവരൊക്കെയും ആശാ ഭോസ്ലെയെ അനുസ്മരിക്കുന്നത്, ഓർമ്മിക്കുന്നത്. വലിയ വേദനാജനകമായ വാർത്ത അല്പസമയം മുൻപാണ് മുംബൈയിൽ നിന്ന് വന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശാ ഭോസ്ലെ, പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 91 വയസ്സായിരുന്നു അവർക്ക്. 21 ഭാഷകളിലായി 12,000-ലധികം പാട്ടുകളാണ് അവരുടെ ശബ്ദത്തിൽ നിന്ന് വന്നത്. ആ പാട്ടുകളിലൂടെയൊക്കെ ആശാ ഭോസ്ലെ അനുസ്മരിക്കപ്പെടും, ഓർമ്മിക്കപ്പെടും.